തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ കാണിക്കുന്ന ആവേശം രാജ്യത്തിന് മുഴുവൻ മാതൃകയാണ് എന്ന് പ്രിയങ്ക ഗാന്ധി പറയുന്നു. പക്ഷേ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിലായിരുന്നു ഡൽഹിയിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. റാലികളിൽ നിരവധി പങ്കെടുത്തു. കോൺഗ്രസ് ആസ്ഥാനമൊക്കെ ഉണ്ട് അവിടെ, AICC ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ട്. പക്ഷേ കോൺഗ്രസിന് ഏതാണ്ട് 6% വോട്ട് മാത്രമേ ഉള്ളൂ. 2 അക്കം കടക്കും ഏറ്റവും കുറഞ്ഞത് എന്ന് കോൺഗ്രസ് നേതാക്കളൊക്കെ അവകാശപ്പെട്ടതാണ്. അതിലേക്കൊന്നും എത്തിയിട്ടില്ല. ആദ്യഘട്ടത്തിൽ ചില ലീഡ് ഉണ്ടായിരുന്നു, ഇപ്പോൾ അതും നഷ്ടപ്പെട്ടു. ഏറ്റവും ഒടുവിൽ വരുന്നത് ആം ആദ്മി പാർട്ടി 24, BJP 46 എന്നതാണ്. ആം ആദ്മി പാർട്ടിയിലെ ഗോപാൽ റായ് ഒഴികെ ബാക്കി പ്രധാനപ്പെട്ട മുഴുവൻ നേതാക്കളും പിന്നിലാണ്. അരവിന്ദ് കെജ്രിവാൾ ന്യൂഡൽഹിയിൽ 1200 വോട്ടുകൾക്ക് ഇപ്പോഴും പിന്നിലാണ്. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഇനി 4 റൗണ്ട് വോട്ട് മാത്രമേ എണ്ണാനുള്ളൂ. അതിഷി പിന്നിലാണ്, സിസോദിയ പിന്നിലാണ്, അങ്ങനെ പ്രധാനപ്പെട്ട സോംനാഥ് ഭാരതി പിന്നിലാണ്. പ്രധാനപ്പെട്ട സ്ഥാപക നേതാക്കളൊക്കെയാണ്, അവരൊക്കെ പിന്നിലാണ്. ആം ആദ്മി പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിൽ തോൽവി തിരിച്ചടി ഉണ്ടാകുന്നു. ഡൽഹിയിലെ ഒരു വൻമരം വീണു. സിസോദിയ എന്ന വൻമരം വീണു. അദ്ദേഹത്തിന്റെ അറസ്റ്റും അഴിമതി ആരോപണം ഒക്കെ കാരണമാണ്. ഏറ്റവും വലിയ വാർത്ത, ഡൽഹിയിലെ ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിയുടെ തലതൊട്ടപ്പന്മാരിൽ ഒരാൾ, 3-4 നേതാക്കന്മാരെ എടുത്ത അതിലൊരു നേതാവെന്ന് നമ്മൾ അറിയപ്പെട്ട മുൻ മന്ത്രി കൂടിയായ മനീഷ് സിസോദിയ തോറ്റു. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ചിത്രം പുറത്തു വന്നിരിക്കുന്നു. ആം ആദ്മി പാർട്ടിയുടെ സമുന്നതരായ നേതാവ് മനീഷ് സിസോദിയ തോറ്റുപോയി തെരഞ്ഞെടുപ്പിൽ. അദ്ദേഹത്തെ BJP അടിയറവ് പറയിപ്പിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും കടുത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് മനീഷ് സിസോദിയ പരാജയത്തിന്റെ കയ്പനീര് കുടിച്ചിരിക്കുന്നു. ജംഗ്പുര മണ്ഡലത്തിൽ മനീഷ് സിസോദിയ തോറ്റു എന്ന ഏറ്റവും പുതിയ വാർത്ത ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മനീഷ് സിസോദിയ ഒരുപക്ഷെ ഇന്ത്യ കണ്ട ആം ആദ്മി പാർട്ടി നേതാക്കന്മാരിൽ ഏറ്റവും സമുന്നതരിൽ ഒരാളായി മാറിയ മനീഷ് സിസോദിയ ജംഗ്പുര മണ്ഡലത്തിൽ നിന്ന് തോൽവിയുടെ കയ്പനീര് കുടിച്ചിരിക്കുന്നു. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത പ്രേക്ഷകരെ ഞങ്ങൾ അറിയിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പട്പട്ഗഞ്ചിലാണ് ഇദ്ദേഹം മത്സരിച്ചത്. കഴിഞ്ഞ തവണ ഈ ആം ആദ്മി പാർട്ടി മനീഷ് സിസോദിയയുടെ ദൃശ്യം ഇതിൽ വരുന്നുണ്ട്. ചില ദേശീയ വാർത്താ ചാനലുകളൊക്കെ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിനെ കാണിക്കുന്നുണ്ട്. നമുക്കത് കിട്ടുവാണെങ്കിൽ തീർച്ചയായും ANIയുടെ ഫീഡ് കിട്ടുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ANIയുടെ റിപ്പോർട്ട് നമ്മൾ കൊടുക്കാം. ഒരൊറ്റ കാര്യം മാത്രം, ഈ മണ്ഡലത്തിൽ അദ്ദേഹം മാറിയ മണ്ഡലത്തിലും അദ്ദേഹം പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം പ്രതികരിക്കാൻ ഇപ്പോൾ കാണുന്നത് ANIയുടെ മൈക്ക് കടന്നു പോകുന്ന മനീഷ് സിസോദിയാണ്. അദ്ദേഹം പ്രതികരിക്കാൻ നേരത്തെ നമ്മൾ കണ്ടതാണ്. ഇന്ന് രാവിലെ നമ്മൾ കാണുന്ന 5-6 മണിക്ക് കാണുന്ന ആദ്യ രാഷ്ട്രീയ നേതാവ് മനീഷ് സിസോദിയാണ്. 600 വോട്ടിനാണ് പരാജയപ്പെട്ടത്. 600 വോട്ടിന് അദ്ദേഹം പരാജയപ്പെട്ടു. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. വെറും 600 വോട്ടുകൾക്ക് അദ്ദേഹം പിന്നിലായി പോയി, അദ്ദേഹം പരാജയപ്പെട്ടു. നമ്മുടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കുറേയധികം വോട്ട് പിടിച്ചിട്ടുണ്ട്. ഉറപ്പായും കോൺഗ്രസ് സ്ഥാനാർത്ഥി പിടിക്കുന്ന വോട്ട് കൂടി മനീഷിന്റെ തോൽവി കാരണമായിട്ടുണ്ട്. പക്ഷേ മനീഷ് സിസോദിയ എന്ന് പറയുന്ന അരവിന്ദ് കെജ്രിവാൾ പരാജയം ഉറപ്പുവരുത്തിയതിൽ നമ്മുടെ അരവിന്ദ് കെജ്രിവാളിന് റോളുണ്ട്. ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് തീരുമാനിച്ചത് പാർട്ടിയുടെ ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത് സിസോദിയാണ്. അതിന്റെ മുഖം അരവിന്ദ് കെജ്രിവാൾ ആണെങ്കിൽ അതിന്റെ ബുദ്ധി, അതിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത് സിസോദിയാണ്. കഴിഞ്ഞ തവണ പട്പട്ഗഞ്ചിൽ ഏതാണ്ട് 3000 വോട്ട്, കഴിഞ്ഞ തവണ ആം ആദ്മി പാർട്ടി തരംഗം ആഞ്ഞടിച്ച സമയത്തും പട്പട്ഗഞ്ചിൽ 3000-ലധികം വോട്ടിന് കഷ്ടിച്ചാണ് സിസോദിയ കടന്നുകൂടിയത്. പക്ഷേ ഇത്തവണ അദ്ദേഹം മണ്ഡലം മാറിയപ്പോൾ ഒരു ഷുവർ സീറ്റിലേക്കാണ് അദ്ദേഹം വന്നത്. അവിടെ അദ്ദേഹം തിരിച്ചടി നേരിട്ട് തോറ്റ് പിന്മാറുകയാണ്. ആം ആദ്മി പാർട്ടിയുടെ ബ്രെയിനാണ് യഥാർത്ഥത്തിൽ, അതിന്റെ ബുദ്ധിയാണ് സിസോദിയ. ആ ബുദ്ധിക്കാണ് ഇപ്പോൾ ജനം തിരിച്ചടി നൽകിയിരിക്കുന്നത്. സിസോദിയ തോറ്റു. മനീഷ് സിസോദിയ ഭരിച്ച SKന് 1 ഡസൻ വകുപ്പുകൾ ഭരിച്ചിരുന്ന ആളാണ്. അത് ഉപമുഖ്യമന്ത്രിയായിരുന്നു. മന്ത്രിസഭയിൽ ഏറ്റവും ശക്തനായിരുന്നു. ഈ പറഞ്ഞ അരവിന്ദ് കെജ്രിവാൾ ഈ പാർട്ടിയുടെ മുഖമായി നിൽക്കുമ്പോഴും കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്ന ആളാണ്. ശക്തനായ രണ്ടാമനാണ്, അതിശക്തനായ രണ്ടാമനാണ്. രണ്ടാമൻ വീഴുന്നു, ഒന്നാമൻ നേരത്തെ വീണു, ആപ്പ് വീഴുന്നു. ഈ തെരഞ്ഞെടുപ്പ് കാലം ആപ്പിനെ കണ്ണു തുറക്കാൻ നമുക്ക് ഒരു രാഷ്ട്രീയ ഘടന കാര്യമായിട്ടില്ലാത്ത ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ പരാജയം അവരുടെ ആത്മവിശ്വാസം കെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിജീവിക്കാൻ കഴിയുമോ? മാത്രമല്ല ഈ അദ്ദേഹത്തിന്റെ പേരിൽ കുറെ കേസുകളുണ്ട്. അപ്പോൾ ഈ കുറെ കേസുകൾ ED ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കുറെ കേസുകളുണ്ട്. വരും കാലത്ത് ഈ കേസുകളുമായി പൊരുതുകയും അദ്ദേഹത്തിന് നല്ല പെടാപ്പാട് പെടേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോകേണ്ട സമയമായി. ഏറ്റവും അവസാന റിപ്പോർട്ടുകൾ ഡൽഹി യുദ്ധത്തിൽ
കേരളത്തിൽ 46 മണ്ഡലങ്ങളിൽ BJP ലീഡ് ചെയ്യുന്നു. ആം ആദ്മി പാർട്ടി 24 മണ്ഡലങ്ങളിൽ. അതേസമയം കോൺഗ്രസിനും മറ്റുള്ളവർക്കും അവിടെ PCR ചെറിയൊരു അരിപ്രശ്നം പറയുന്നുണ്ട്. അരിപ്രശ്നം ഇട്ടൊരു പ്രശ്നം നമുക്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്തു. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂഡൽഹിയിലെ എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. അവിടെ BJPയിലെ പർവേസ് സിംഗ് ലീഡ് ചെയ്യുന്ന 1846 വോട്ടുകളാണ്. അതായത് 13-ൽ 10 റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ BJPയുടെ ലീഡ് 1844 ആണ്. അങ്ങനെയാണെങ്കിൽ ഡൽഹി മുഖ്യമന്ത്രി അത് കടക്കാൻ 1844 വോട്ടിന് കെജ്രിവാൾ പിന്നിലാണെങ്കിൽ എന്തായാലും കെജ്രിവാളിന്റെ വാർത്ത അറിയാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. ഇനി ഒരു ഇടവേള കഴിഞ്ഞ് കുഞ്ഞിടവേളയാണ്. നിങ്ങൾ എഴുന്നേറ്റ് പോകരുത്. ഭക്ഷണം കഴിക്കാൻ സമയമായിട്ടില്ല, ഊണ് കഴിക്കാൻ സമയമായിട്ടില്ല. അവിടെ തന്നെ ഇരിക്കും, അവിടെ തന്നെ.